അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അത് നമ്മളെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാരായാലും ശരി, നമ്മളെ കുറിച്ച് അറിയുന്ന ആൾക്കാരായാലും, നമ്മുടെ നാട്ടിലായാലും ആൾക്കാർ ചോദിക്കല്ലോ, എനിക്കൊരു നമ്പർ സെലക്ട് ചെയ്യാൻ അറിയുന്നില്ല. കേരള ലോട്ടറി കാണുമ്പോൾ ഒരു നല്ല നമ്പർ എങ്ങനെ സെലക്ട് ചെയ്യും? അപ്പൊ ഒരു നമ്പർ കാണുമ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, എന്താണ് സംഭവം, നമ്പറിലെ പ്രത്യേകതകൾ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ ഒരു നമ്പർ സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന് നമ്മളൊരു മറുപടിയാണ് ഇപ്പൊ പറയുന്നത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്പറുകളിൽ കുറച്ച് കളികളുണ്ട്. നമ്പറുകളിലെ കളികളും കണക്കിലെ കളികളും ഒരു കാൽക്കുലേഷനാണ്. അതായത് നമ്മള് ഈ കാൽക്കുലേഷൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു മനസ്സ് നമുക്ക് നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല, ഇത് നല്ല നമ്പറാണ് എന്ന് തോന്നാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ കളികൾ അറിഞ്ഞിരിക്കണം, കണക്കിലെ കളികൾ അറിഞ്ഞിരിക്കണം. കണക്കിലെ കളികൾ എല്ലാം അറിയണമെന്നുണ്ടല്ലേ, അപ്പം നിങ്ങൾ പറയാം അതിന് ബുദ്ധി വേണ്ടത്. അതായത് കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതൊന്നും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഈ ടെക്നിക്ക്, അതായത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടണം, ഇത് നല്ലൊരു നമ്പറാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. എന്താണുള്ളത് മനസ്സിലാക്കി വെച്ചു, അടങ്ങിയിരുന്ന നീ. അപ്പോ ആദ്യത്തെ നിങ്ങൾ ലോട്ടറി റിസൾട്ട് എടുത്ത് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യുക. ഇങ്ങനത്തെ നമ്പറുകൾ, ഈ പാറ്റേണുകളല്ല, അതായത് ഒരു കുറച്ച് പാറ്റേൺ, ഞാൻ ഈ പറയുന്ന പാറ്റേണിൽ കുറെ നമ്പറുകൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ പാറ്റേണിൽ കാണുന്ന നമ്പറുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഇത്. അപ്പൊ നമുക്ക് കാര്യത്തിൽ കിടക്കാം. എന്താണ് സംഭവം? അതായത് ഇപ്പൊ ഒരു നമ്പർ നമ്മൾ കാണണം, 12-20 നമ്പർ കാണാമെന്ന് വിചാരിച്ചു. 12-20 നമ്പർ കാണുകയാണെങ്കിൽ തുടക്കം 12 ആണെങ്കിൽ അതേ നമ്പറിനെ തലതിരിച്ചിപ്പുറത്ത് ഇടുന്ന രീതിയിൽ 12-21. മനസ്സിലായില്ലേ? അതൊരു പാറ്റേൺ ആണ്. നിങ്ങൾ കേരള ലോട്ടറി എടുത്ത് നോക്കി നോക്കിയോ, അങ്ങനത്തെ നമ്പറുകൾ ഒരുപാട് വരുന്നുണ്ടാവും. ഒരു നമ്പർ നമ്മൾ ഏത് കാണിക്കും, ഇപ്പൊ ഒരു 34 കാണാന്ന് വിചാരിച്ചു, അപ്പൊ 34-43 അതേ നമ്പർ തന്നെ തല തിരിച്ചിടുന്ന ഒരു പാറ്റേൺ ആണത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ടാമത്തെ പാറ്റേൺ കിട്ടു മിണ്ടാണ്ടിരുന്നു നീ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് സാധാരണ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്പർ 4 നമ്പർ മൊത്തം കൂട്ടുമ്പോൾ, ഇപ്പൊ നമ്മൾ 32-80 ഒരു ബ്ലോക്ക് കാണാണ്. 32-80 ഒരു ബ്ലോക്ക് കാണുകയാണെങ്കിൽ അവിടെ 32-80 അതായത് 13 ലാസ്റ്റ് നമ്പർ നമ്മൾ 5 ഇട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടും? 18 കിട്ടും. അതായത് അവളെ ഒരു 9 നമ്പറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 18 ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു 5 ഇട്ട് കഴിഞ്ഞാൽ 32-85 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഒരു 18 നമ്പറാണ്, കിട്ടുന്ന 9 നമ്പറാണ്. ഇത് ഒരു നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ രണ്ട് കാര്യം പിടിയിട്ടില്ല, ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ ഐഡിയ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു റമ്മി മോഡല്. ഇപ്പൊ ഒരു നമ്പർ കാണാമെന്ന് വിചാരിച്ചു, 30 ബ്ലോക്ക് കാണാമെന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് ലാസ്റ്റ് 4 എടുക്കാം. എന്താ കാരണം? അതിൽ 32 ഉണ്ട്, 33 ഉണ്ട്, 34 ഉണ്ട്. അപ്പൊ 32, 33, 34 എന്നുള്ള ഒരു പാറ്റേൺ അതിലുണ്ട്. അപ്പൊ 32-34. ഇനി അതന്നെ ആവണമെന്നില്ല, 14-30 ബ്ലോക്ക് കാണാമെന്ന് വിചാരിച്ചു. അല്ല 14 അല്ല, 14-50 ബ്ലോക്ക്. അപ്പൊ അതിൽ 14 ഉണ്ട്, 15 ഉണ്ട്, 16. ലാസ്റ്റ് 6 എടുക്കാം. 14, 15, 16, 14-56 കിട്ടോ? അടങ്ങിയിരിക്കേ, പെട വേണം അവനക്ക്. അപ്പൊ 14-56 ഇതാണ് മൂന്നാമത്തെ ഒരു പാറ്റേൺ. അല്ലാന്നുണ്ടെങ്കിൽ 1, 2, 3, 4 തുടർച്ചയായിട്ട് ഒരു റമ്മി മോഡല്. അതിൽ 1, 2, 3, 4 ഉണ്ട്. പോരാത്തതിന് 12, 13, 14 അതിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പാറ്റേൺ എടുക്കുക. ഇനി വേറെ നമ്പർ കാണാന്ന് വിചാരിച്ചു നിങ്ങള്, ആ പാറ്റേണിൽ തന്നെ നമുക്ക് വേറെ രീതിയിൽ എടുക്കാൻ പറ്റും. അതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ 32 അല്ലെങ്കിൽ വേണ്ട 32 പോട്ടെ, 45-50 ബ്ലോക്ക് കാണാം. അപ്പൊ അതിൽ 45 ഉണ്ട്, 46 ബ്ലോക്ക്. അപ്പൊ 45 ഉണ്ട്, 46 ഉണ്ട്, 47 ഉണ്ട്. അപ്പൊ അതിൽ 45-67 എടുക്കാം. കാരണം അതിലൊരു പാറ്റേൺ ഉണ്ട്, 45, 46, 47. ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് നമ്പർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അതൊക്കെ പോട്ടെ, കിട്ടോ? എന്തേ? നിന്റെ പ്രൈവസിയിൽ ഞാൻ കൈയർത്തണ്ട, ഒറ്റയ്ക്ക് ഞാൻ നിനക്ക് സിപ്പൊന്നുമില്ലേ? തിന്നാൻ തരുന്നത് ഞാനാ, മുതലാളി ഞാനാ. യജമാനം പറഞ്ഞ കേൾക്കണം. നായക്കലാണെങ്കിൽ അത് കേട്ടനെ, നീ പൂച്ചയാ, നീ ഒരു കാര്യമില്ല. നിനക്ക് തിന്നാൻ തരുന്നത് ഇതുപോലെ ഇങ്ങനെ അമുക്കാനാണ്. ഞങ്ങൾക്കൊരു സുഖം, സ്പോഞ്ച് പോലെ നീ. അപ്പൊ അതുപോലെ കേൾക്കണം നീ. അപ്പൊ ആ ഒരു മൂന്നാമത്തെ കാര്യം കഴിഞ്ഞു. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് കാര്യങ്ങളുണ്ട്. 3, 6, 9 അതായത് ഒരു 3 നമ്പറുകൾ കൂട്ടുമ്പോൾ
3, 6, 9 പെടുന്ന നമ്പർ ആണെങ്കിൽ, അതായത് ഒരു 3 നമ്പർ കൂട്ടുമ്പോൾ 3 പെടുന്ന നമ്പറോ 6 പെടുന്ന നമ്പറോ 9 പെടുന്ന നമ്പറൊക്കെ ആണെങ്കിൽ അവിടെ ഒന്നല്ലെങ്കിൽ ലാസ്റ്റ് 7 എടുക്കാം. അതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അത് പോട്ടെ, ഇത് 4ാമത്തെ ഒരു കാര്യമാണ്. എങ്കിലും പറഞ്ഞു വരുമ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് മാത്രം, നമ്പറുകളെ തിരിച്ചറിയാൻ. അപ്പൊ അതങ്ങനെ. അവസാനമായിട്ട് ഈ പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ഒരു കാര്യം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു നമ്പർ കാണാം, ഒരു വലിയ നമ്പർ 65. ഇപ്പോ അതായത് വലിയ നമ്പറുകൾ, ആദ്യത്തെ ഒരു നമ്പർ 6, പിന്നത്തെ നമ്പർ അതിലും ചെറുത്, അങ്ങനത്തെ നമ്പറുകൾ നമ്മൾ കാണുമല്ലോ. അപ്പൊ 65, 40 ബ്ലോക്ക് കാണാന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് നമ്പർ കണ്ടാലും കുഴപ്പമില്ല. ഇപ്പൊ എന്താ പറയാ, 65, അതായത് വലിയ നമ്പറും പിന്നെ ഒരു ചെറിയ നമ്പറും അങ്ങനെ കാണുന്ന ബ്ലോക്കുകൾ, അതായത് 4 അക്കമാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ നമ്പർ വലുത്, ഇപ്പൊ 6, 5. അപ്പൊ ആദ്യത്തെ നമ്പർ വലുതും പിന്നത്തെ നമ്പറും ചെറുതാണെങ്കിൽ അങ്ങനെയുള്ള നമ്പറുകളിൽ ലാസ്റ്റ് 2 നമ്പർ ഒരു 9ന്റെ നമ്പർ ആയിരിക്കും. നമ്പർ ആയിരിക്കുന്നല്ല, അങ്ങനെയുള്ള മനസ്സിലാക്കാൻ പറ്റും. എന്താണ് കാരണം? ഒരു ചുരുക്കി പറഞ്ഞാൽ ഇപ്പോ 65, 65 56 കഴിക്കുക. നിനക്ക് പോവാനായി പോക്കോ. 65 56 കഴിക്കുക, എത്ര കിട്ടുക? ഒരു 9ന്റെ നമ്പറാണ് കിട്ടുക. അപ്പൊ ആ ഒരു വലിയ നമ്പറുകളിൽ ഒരു 9ന്റേതായ 2 അക്ക നമ്പർ എടുക്കുക. അതേസമയം ഒരു ഇരട്ട നമ്പറാണ് കാണുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 22, 22, 10, 22 എന്നുള്ള ബ്ലോക്ക് കാണുകയാണെങ്കിൽ 22, 2, 2, 4 ആണ്. 4 കുറച്ച് കഴിഞ്ഞാൽ അവിടെ 22 4 കുറച്ചാൽ അവിടെ 18 കിട്ടുക. അപ്പൊ 22, 18 കണ്ടില്ലേ? 11 ആണെങ്കിൽ 11 0ന്റെ ബ്ലോക്ക് ആണെങ്കിൽ 11 0 9. അതായത് 11ൽ നിന്ന് 2 കുറച്ചാൽ 11 എന്ന് പറയുമ്പോൾ 1 1 2, 2 കുറച്ചാൽ അവിടെ 9 ആണ്. അപ്പൊ 11 0 9, 22 18, 33 27, 44 36. എന്തുകൊണ്ടാ 44? അതായത് 4 4 8 കുറച്ചാൽ 44 8 കുറച്ചാൽ 36 ഉണ്ടാവും. അപ്പൊ 44 36 ഇങ്ങനെയുള്ള 2 ഈശ കട്ട നമ്പറുകളിൽ ഒരു 9ന്റേതായ നമ്പറുകൾ സെലക്ട് ചെയ്യുക. അത് എല്ലാ 9, ഇപ്പൊ 44 72 7 7 2 9 അങ്ങനെയല്ല. 44 എന്ന് പറയുമ്പോൾ 4 8 കുറച്ചാൽ അവിടെ 36. അപ്പൊ 44 36 ഒരു നല്ല നമ്പറാണ്. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ 55 45, 55 5 5 10 കുറച്ചാൽ 45, 4 5 9 കണ്ട 55 45. 66 66 54, അതായത് 66 12 കുറച്ചാൽ 54. അപ്പൊ 66 54. 66 എന്ന് പറഞ്ഞ ആ കട്ട നമ്പറിൽ 5 4 9 9ന്റേതായ ഒരു നമ്പർ. ഇങ്ങനെ നമുക്ക് നമ്പർ മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് പറയുന്ന കാര്യം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെച്ചോ. ഇതിനെ കുറിച്ചൊരു വീഡിയോ വലുതായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുള്ളൂ. എങ്കിലും ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കാണിച്ചു തരാം. ഇതിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അടുത്തൊരു ലോട്ടറി ആണ്. കാരണം ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്തായാലും. ഇത് ഇവിടെ നോക്കുക, നിങ്ങൾ 87 89 കണ്ടല്ലോ. 87 89. ഈ 87 89 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തൊരു ടിക്കറ്റാണ്, ഇന്നത്തെ ടിക്കറ്റാണ്. അപ്പൊ ഇതിൽ 87 89 എന്ന് പറയുമ്പോ 8 7 8 9 ലാസ്റ്റ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും തമ്മിൽ കൂട്ടുക. എത്രയാ? 8 8 16. ഇതിന്റെ ഇടയിലുള്ള 7 ഉണ്ടല്ലോ, 7ന്റെ കൂടെ 16ന്റെ ജോഡി എത്ര വരിക? ആ ലാസ്റ്റ് നമ്പർ എടുക്കുക. എത്ര വരിക? 9 വരിക. 9 7 എത്ര? 16. ഇങ്ങനെയുള്ള നമ്പറുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. അതായത് 87 89 എന്ന് പറയുമ്പോൾ 8 8 16 ആണ്, 9 7 16 ആണ്. ഇങ്ങനെയുള്ള നമ്പറുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പൊ എന്താണ് സംഭവം? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത്, അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്പറും നാലാമത്തെ നമ്പറും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന അതേ ഉത്തരം കിട്ടണം. ഇതിൽ 87 89 എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും 8 8 16 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പറും നാലാമത്തെ നമ്പറും 7 9 16 ആണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള നമ്പറുകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 87 89നെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതായത് ഒരു 11 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ 87 89 കൊണ്ട് 87 89നെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നറിയണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇങ്ങനെ അടിക്കൊന്നും വേണ്ട. എന്താ കാരണം? ഈ 87 89 വേറെ ഏത് നമ്പറായാലും, ഇപ്പൊ ഒരു നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറഞ്ഞാൽ 32 89 കണ്ടാ, 32 89 3 2 8 9
ഒന്ന് നോക്കിക്കേ. അതായത് ആദ്യത്തെ നമ്പർ 3 ആണ്, മൂന്നാമത്തെ നമ്പർ എത്രയാ? 8 ആണ്. അപ്പൊ 8ഉം 3ഉം എത്രയാ? 11. അപ്പൊ രണ്ടാമത്തെ നമ്പർ എത്രയാ? 2ആണ്. അപ്പൊ ഈ രണ്ടിന്റെ ജോഡി എത്ര വരിക? 11 കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ലാസ്റ്റ് 9 വരണം. അപ്പൊ 32 89. ഈ 32 89നെ നമുക്ക് എന്ത് ചെയ്യാം? 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ചോ. അതായത് 11 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു നമ്പർ വേണമെങ്കിൽ പറഞ്ഞു. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ 56 70ന്റെ ബ്ലോക്ക്, അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ എന്താ പറയാ, 52 30ന്റെ ബ്ലോക്ക് കാണാണ്. 52 30ന്റെ ബ്ലോക്ക് കാണാണെങ്കിൽ 52 30 എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പർ 5ആണ്, മൂന്നാമത്തെ നമ്പർ 3ആണ്. അപ്പൊ എത്ര? 5 3 8ആണ്. അപ്പൊ 52ന്റെ ബ്ലോക്ക് ആണ്. അപ്പൊ 2ഉം 6ഉം 8ആണ്. അപ്പൊ 52 36ആണ് ഇവിടെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റിയ നമ്പർ. അപ്പൊ 52 36 നല്ല നമ്പറാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 52 30ന്റെ ബ്ലോക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 52 36നെ 11 കൊണ്ട് ഹരിച്ചു നോക്കണം. അപ്പൊ ഒരു നമ്പർ കിട്ടും. ആ നമ്പറിലെ ആ ടിക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു നമ്പർ, ആ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ 52 30ന്റെ ബ്ലോക്ക് വീണ്ടും വരുള്ളൂ, 52 36 വരുള്ളൂ. അതുപോലെ ഇപ്പൊ 87 89 ഞാൻ എടുത്തിട്ടുണ്ട്, 2 എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്താണ്. അപ്പൊ ഈ 87 80ന്റെ ബ്ലോക്ക് വരണമെന്നുണ്ടെങ്കിൽ 87 89 ഹരിക്കണം 11 അടിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ എന്ന് വെച്ചാൽ 799 ആയിരിക്കും. അപ്പൊ 79 90ന്റെ ബ്ലോക്ക് വന്നിരിക്കണം. വന്നാൽ മാത്രമേ ഞാനിത് എടുത്തിട്ട് കാര്യമുള്ളൂ. ഇത് നമ്മൾ ഗസ് ചെയ്ത് നോക്കി ചാൻസ് നോക്കി എടുത്തൊരു നമ്പർ അല്ല, നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം എടുത്തൊരു നമ്പറാണിത്, കാണിച്ചു തരാൻ. അപ്പൊ ഈ 87 80ന്റെ ബ്ലോക്ക് വരണമെന്നുണ്ടെങ്കിൽ 79 90 അടിച്ചിട്ടുണ്ടോ നോക്കണം. അപ്പൊ 79 90ന്റെ ഒരു ബ്ലോക്കിൽ അതും ലാസ്റ്റ് 7 വന്നിരിക്കണം. 79 97 വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ 87 90ന്റെ ബ്ലോക്ക് 87 80ന്റെ ബ്ലോക്ക് അടി വരുള്ളൂ. ഓക്കെ. അപ്പോ 79 90 ഇപ്പോ 79 90 അടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 87 81 എടുക്കാം. 79 96 അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 87 87 എടുക്കാം. അപ്പൊ അതൊക്കെ ചാൻസ് നോക്കുന്ന രീതിയാണ്. ചാൻസ് നോക്കണം. ഇവിടെ നമ്മള് ഒരു നമ്പർ വരില്ല. ഇപ്പൊ ഞാനൊരു ഐഡിയ പറഞ്ഞു, 87 80ന്റെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 87 89 11 ഹരിക്കാൻ പറ്റുന്ന ഒരു നല്ല നമ്പർ എങ്ങനെ തിരിച്ചറിയാം? ആദ്യത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും 8 8 16ആണ്. രണ്ടാമത്തെ നമ്പറും നാലാമത്തെ നമ്പറും 9 7 16ആണ്. അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള നമ്പറുകൾ എടുക്കുകയാണെങ്കിൽ നല്ല നമ്പറായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ നല്ല നമ്പർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞു തരുന്നത്. പക്ഷെ ഈ നമ്പറിലൊക്കെ വരില്ല എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാൻസ് നോക്കിയേ പറ്റും. ആ ചാൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ലോട്ടറി ട്രിക്സ് എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലായാലും ശരി എല്ലാവരും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ചാൻസ് നോക്കുന്ന രീതിയാണ് നമ്മൾ പല രീതിയിലും പറഞ്ഞിട്ടില്ല. ഇന്ന നമ്പർ വരുമ്പോ ഇന്ന നമ്പർ വരുന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ 87 89 ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 87 89 വരണം എന്നുണ്ടെങ്കിൽ അവിടെ എത്ര അടിക്കണം? 79 97 അടിക്കണം. അപ്പൊ ഞാൻ ചാൻസ് നോക്കിയിട്ടില്ല. 79 97ന്റെ ബ്ലോക്കിൽ ഏതെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കി എടുക്കുന്നവർക്ക് മാത്രമേ 87 89 എന്നുള്ള നമ്പർ എടുക്കാനും പറ്റുള്ളൂ. അപ്പോ നല്ല നമ്പർ നോക്കി എടുത്തിട്ട് കാര്യമില്ല, ചാൻസ് നോക്കാൻ അറിയണം. ആ ചാൻസ് നോക്കാൻ അറിയണം എന്നുണ്ടെങ്കിൽ കേരള ലോട്ടറി ഗസ്സിങ് അറിയണം. അതായത് ഗസ്സിങ് എന്ന് വെച്ചാൽ ഊഹിക്കാനുള്ള ആ ഒരു നമ്പറുടെ ട്രിക്കും കാര്യങ്ങളൊക്കെ അറിയണം. ആ ട്രിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നമ്മളെ ഈ കേരള ലോട്ടറിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ, ട്രിക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ വീഡിയോ കാണണം. 1 മുതൽ അവസാനം വരെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.